മഴ മാറി മാർക്കറ്റിൽ മീനെത്തി തുടങ്ങിയെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് പ്രിയം ഉണക്കമീനോടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉണക്കമീൻ കച്ചവടമൊക്കെ തന്നെ വളരെ വിപുലമായി തന്നെ നടക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ ഉണക്കമീനെയാണ് ഈ ഉച്ചഭക്ഷണത്തിനൊപ്പം തന്നെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ ആളുകൾ കൂടുതലും ഉണക്കമീനാണ് വാങ്ങുന്നത്. ആളുകൾ ഉണക്കമീനാണ് കൂടുതലും കച്ചവടം കൂടിയില്ല. പ്രധാനമായും ഉണക്കമീൻ വാങ്ങാൻ കാരണം ഉണക്കമീൻ മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കപ്പല് മറിഞ്ഞ കാരണം കൊണ്ട് അതിനകത്തുനിന്ന് ഓയില് പകർന്നിട്ടുണ്ടെന്നാണ് നിലമ്പനം പറയുന്നത്. അത് ആ മീനിന് പിടിച്ചു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല എന്നുള്ളവർ ഇത് പുറത്തോട്ട് വന്നിട്ടുണ്ട്, സംശയമുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ആളുകൾ ഇപ്പം ഉണക്കമീൻ ആശ്രയിച്ച് വരുന്നതിന്റെ കാരണം. സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനെക്കാട്ടും കൂടുതൽ ഇപ്പം കച്ചവടം കൂടുതലുണ്ട്. ഇപ്പം മഴയുടെ പ്രശ്നമുള്ളത് കൊണ്ട് ഇതുള്ള കാരണം കൊണ്ട് മീനും വരുന്നുണ്ട്. മീൻ അതനുസരിച്ച് വിറ്റ് മാറുന്നുമുണ്ട്. ഇപ്പം ഈ പറഞ്ഞതുപോലെ അതായത് കണ്ടെയ്നർ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആശങ്ക നേരത്തെ നിലനിന്നിരുന്നു. ഈ കണ്ടെയ്നറിലുള്ള രാസപദാർത്ഥവും മറ്റോ കലരുകയും ഒപ്പം അത് മീൻ കഴിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ മീൻ വാങ്ങുന്ന നേരെ തന്നെ കുറഞ്ഞതാണ്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ ഉണക്കമീനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്? അതെ. ഈ ഉണക്കമീനിന് എന്താ ഇപ്പം മത്സ്യം ഒഴിവാക്കിയോ പൂർണ്ണമായി? മത്സ്യം ഇപ്പോൾ എന്തോ ഒരു ആശങ്ക, നമുക്ക് ചെറുമത്സ്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക. ഉണക്കമീൻ സേഫ് ആണല്ലേ? ഉണക്കമീൻ സേഫാണ്. ഈ പറയുന്നത് പോലെ ഉണക്കമീൻ സേഫാണ് എന്ന ധാരണയിലാണ് ആളുകൾ എത്തുന്നത്. പക്ഷേ മത്സ്യം കഴിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഒരു തരത്തിലും ആരും പറഞ്ഞിട്ടില്ല. അത് നേരത്തെ ഉണ്ടായിരുന്ന നിലനിന്നൊരു ആശങ്കയാണ്. അതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആളുകൾ ഇപ്പോഴും അത്തരത്തിൽ മത്സ്യം വാങ്ങാൻ എത്താത്തത് കൊണ്ട് തന്നെ ഉണക്കമീനെയാണ് ഇപ്പോൾ കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് റിപ്പോർട്ടർ ആലപ്പുഴ.